250 ദിവസത്തിലധികം നീണ്ട വിന്യാസത്തിനു ശേഷം US വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ അമേരിക്കയിലേക്ക് മടങ്ങാനൊരുങ്ങുന്നു. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. US നാവികസേനയുടെ ആക്ടിംഗ് സെക്രട്ടറി ഹങ് കാവോയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വിമാനവാഹിനി കപ്പലിലെ നാവികരുടെ മനോവീര്യവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും കുറഞ്ഞതായുള്ള റിപ്പോർട്ടുകൾ US കോൺഗ്രസും നാവികരുടെ കുടുംബങ്ങളും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ഒരു പ്രസ്താവനയിൽ കാരിയർ അവരുടെ വിന്യാസം തകർത്തുവെന്നും ആസൂത്രിതമായ ഒരു ഭ്രമണത്തിന്റെ ഭാഗമായി ഉടൻ തന്നെ നാട്ടിലേക്ക് മടങ്ങുമെന്നും കാവോ പറഞ്ഞു. അതേസമയം നാവികരുടെയും മറൈൻ സൈനികരുടെയും സുരക്ഷയും നാവികസേനയുടെ മുൻഗണനയായി തുടരുന്നുവെന്നും വ്യക്തമാക്കി. USS എബ്രഹാം ലിങ്കൺ അവരുടെ വിന്യാസം തകർത്തു. ആസൂത്രിതമായ ഒരു ഭ്രമണത്തിന്റെ ഭാഗമായി ഉടൻ തന്നെ നാട്ടിലേക്ക് മടങ്ങും. വിശദാംശങ്ങൾ വരും, പക്ഷേ ഞാൻ വ്യക്തമായി പറയട്ടെ, നമ്മുടെ നാവികരുടെയും മറൈൻ സൈനികരുടെയും സുരക്ഷയും എല്ലായ്പ്പോഴും ഒന്നാമതായിരിക്കും. ദൗത്യ നേട്ടം, സൈനിക ക്ഷേമം, ഇങ്ങനെയാണ് ഞങ്ങൾ നയിക്കുന്നത്. കപ്പലിലെ നാവികർ നേരിടുന്ന അവസ്ഥകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾക്കിടയിൽ കപ്പലിന്റെ ദീർഘകാല വിന്യാസം സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമായിട്ടുണ്ട്. CNN പ്രകാരം നാവികർക്കിടയിലെ താഴ്ന്ന മനോവീര്യവും മാനസികാരോഗ്യ ആശങ്കകളും സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഈ ആഴ്ച US കോൺഗ്രസ് അംഗങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഇറാനുമായുള്ള യുദ്ധത്തിൽ US പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനായി പശ്ചിമേഷ്യയിലേക്ക് തിരിച്ചുവിട്ടതിനു ശേഷം 250 ദിവസത്തിലേറെയായി എബ്രഹാം ലിങ്കൺ വിന്യസിക്കപ്പെട്ടിട്ടുണ്ടെന്ന് CNN റിപ്പോർട്ട് ചെയ്തു. ഇറാനുമായുള്ള യുദ്ധത്തിന്റെ 6ാം മാസത്തിലേക്ക് കടക്കുകയാണിപ്പോൾ. 200 ദിവസത്തിലേറെയായി വിമാന കമ്പനി ഒരു തുറമുഖവും വിളിച്ചിട്ടില്ല. പ്രവർത്തന ആവശ്യകതകൾ ആവശ്യപ്പെട്ടതിനാലാണ് ലിങ്കന്റെ വിന്യാസം നീട്ടിയതെന്ന് കാവോ പറഞ്ഞു. അതേസമയം ദീർഘകാല യുദ്ധവിന്യാസങ്ങളുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അംഗീകരിക്കുന്നു. ദൗത്യത്തിന് അത് ആവശ്യമായിരുന്നതിനാലാണ് ലിങ്കൻ നീട്ടിയത്. വിന്യാസങ്ങൾ ബുദ്ധിമുട്ടാണ്. പോരാട്ട പ്രവർത്തനങ്ങൾ അവയെ കൂടുതൽ ദുഷ്കരമാക്കുന്നു. യുദ്ധം നരകതുല്യമാണ്. സാധാരണ ദിനചര്യകൾ തടസ്സപ്പെടുന്നു. ദീർഘകാല വിന്യാസങ്ങൾ അനിവാര്യമായും മാറ്റങ്ങളും അനിശ്ചിതത്വവും ഉൾക്കൊള്ളുന്നുവെന്നും സൈനിക നേതാക്കൾ പ്രവർത്തന ആവശ്യകതകളും ഉദ്യോഗസ്ഥരുടെ ക്ഷേമവും സന്തുലിതമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സൈനികരെ അറിഞ്ഞുകൊണ്ട് അപകടത്തിലാക്കുന്നതിനപ്പുറം യുദ്ധ പോരാട്ടത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വശങ്ങളിലൊന്ന് മികച്ച ആസൂത്രണവും ആശയവിനിമയവും ഉണ്ടായിരുന്നിട്ടും മാറ്റവും അനിശ്ചിതത്വവും എല്ലായ്പ്പോഴും സ്വാധീനം ചെലുത്തുമെന്നതാണ്. നമ്മുടെ വിജയം നമ്മൾ എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. കാവോയുടെ അഭിപ്രായത്തിൽ വിമാനവാഹിനി കപ്പൽ 266 ദിവസങ്ങൾ വിന്യസിച്ചിട്ടുണ്ട്. അതിൽ 200 ദിവസങ്ങൾ ഒരു യുദ്ധമേഖലയിലായിരുന്നു. ആ കാലയളവിൽ വിമാനവാഹിനി കപ്പൽ 10,000-ലധികം പറക്കൽ നടത്തുകയും 1.5 ദശലക്ഷം പൗണ്ട് വെടിക്കോപ്പുകൾ ഉപേക്ഷിക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാ വിമാനവാഹിനി കപ്പലുകളിലും ഏറ്റവും ഉയർന്ന നിലനിൽപ്പ് നിരക്കുകളൊന്നായിരുന്നു എബ്രഹാം ലിങ്കന്റേതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം വിന്യാസ സമയത്ത് വളരെ കുറച്ച് മാനസികാരോഗ്യ കേസുകൾക്ക് ചികിത്സ നൽകിയിട്ടുണ്ടെന്ന് കാവോ സമ്മതിച്ചു. എന്നിരുന്നാലും ജീവഹാനി സംഭവിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മാനസികാരോഗ്യ കേസുകൾ വളരെ കുറച്ച് മാത്രമേ ചികിത്സിക്കാൻ കഴിഞ്ഞുള്ളൂ. ജീവഹാനി സംഭവിച്ചിട്ടില്ല. പുതിയ സാധനങ്ങൾ ലഭ്യമല്ലാത്തപ്പോൾ ഭക്ഷണ പദ്ധതികളിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നും പ്രവർത്തന ഭീഷണികൾ കാരണം ചില സമയങ്ങളിൽ വീട്ടിലേക്കുള്ള കോളുകൾ നിയന്ത്രിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ വിതരണം ലഭ്യമല്ലാത്തപ്പോൾ ഭക്ഷണ പദ്ധതികൾ ക്രമീകരിക്കപ്പെട്ടു. ഒരു ഭക്ഷണം പോലും നഷ്ടപ്പെടുത്താതെ പ്രവർത്തന ഭീഷണി വളരെ കൂടുതലായിരുന്നപ്പോൾ വീട്ടിലേക്കുള്ള കോളുകൾ പരിമിതമായിരുന്നു. ഇറാനുമായുള്ള നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ US പ്രവർത്തനങ്ങളെ പിന്തുണച്ചുകൊണ്ട് അവിടെയായിരുന്നു അത് പ്രവർത്തിച്ചിരുന്നത്. നാവികരെയും മറൈൻ സൈനികരെയും ഇരകളായി ചിത്രീകരിക്കുന്നതിനെതിരെ കാവോ പ്രതികരിച്ചു. വിപുലമായ വിന്യാസ സമയത്ത് സേവനാംഗങ്ങളും അവരുടെ കുടുംബങ്ങളും സഹിഷ്ണുത പ്രകടിപ്പിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.